ഈ ഒരു കസ്റ്റമറിന് നമ്മളൊരു കൊട്ടേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് തന്നെ ന്യൂ ട്രാൻസാക്ഷൻ വഴി കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ കോഡ്സ് എന്നുള്ള മൊഡ്യൂളിൽ പോയിട്ട് ന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും കൊട്ടേഷൻ ക്രിയേറ്റ് ആയിട്ട് വരും. ഇവിടെ കസ്റ്റമർ നെയിം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കസ്റ്റമർ നമുക്കുണ്ടെങ്കിൽ ഈ ഡ്രോപ്പ് ഡൗണിൽ നമുക്ക് അവരെ സെർച്ച് ചെയ്ത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല, ഇവിടുന്ന് തന്നെ നമുക്കൊരു പുതിയ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും സോഹോ തരുന്നുണ്ട്. അടുത്തതായിട്ട് പ്ലേസ് ഓഫ് സപ്ലൈ ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിന് ബേസ് ചെയ്ത് വരും. നമ്മൾ നെക്സ്റ്റ് ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ ബ്രാഞ്ചാണ്. ഏത് ബ്രാഞ്ചിലാണ് നമ്മൾ ഈ സെയിൽ ചെയ്യുന്നത് ആ ബ്രാഞ്ച് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൊട്ടേഷൻ നമ്പർ അതേപോലെ തന്നെ കൊട്ടേഷൻ ഡേറ്റും വരുന്നുണ്ടാവും. ഡേറ്റ് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. കൊട്ടേഷൻ നമ്മളൊരു എക്സ്പയറി ഡേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എക്സ്പയറി ഡേറ്റ് നമുക്കിവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ സെയിൽസ് പേഴ്സണെ ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടാഗ് ചെയ്താൽ മതി. ഈ മാനേജ് സെയിൽസ് പേഴ്സണിൽ പോയിട്ട് ഒരു ന്യൂ സെയിൽസ് പേഴ്സണെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ നെയിമും അവരുടെ മെയിൽ ഐ ഡിയും കൊടുത്തിട്ട് സേവ് ആൻഡ് സെലക്ട് കൊടുക്കുകയാണെങ്കിൽ ആ സെയിൽസ് പേഴ്സൺ ഇവിടെ ഡ്രോപ്പ് ഡൗണിലേക്ക് വരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരെ ജസ്റ്റ് സെലക്ട് ചെയ്താൽ മാത്രം മതിയാവും. അതിനുശേഷം നമ്മൾ സെല് ചെയ്യുന്ന ആ ഐറ്റം ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ റേറ്റ് നമ്മൾ ഐറ്റം മാസ്റ്ററിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടേക്ക് വരും. ഇവിടെ നിന്ന് നമുക്കിത് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. GST നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ട് വന്നിട്ടുണ്ട്, CGST, SGST. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, TDS ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഇവിടെ TDS എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ എത്ര പെർസെൻറ്റേജാണ് നമ്മൾ TDS കട്ട് ചെയ്യുന്നത് ആ ഒരു പെർസെൻറ്റേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രൊഫഷണൽ ഫീ ആണെങ്കിൽ 10% കൊടുക്കുന്ന സമയത്ത് തന്നെ അവിടെ ആ ഒരു 100 മൈനസ് ആയിട്ട് നമുക്ക് കസ്റ്റമർ പേ ചെയ്യാനായിട്ട് 1080 ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ടാവും. ഇതിൻ്റെ എൻട്രിയും ഓട്ടോമാറ്റിക് ആയിട്ട് പോസ്റ്റ് ആവും നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. ഇനി സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നു. ദെൻ ഈ ഒരു കൊട്ടേഷൻ നമുക്ക് നമ്മുടെ കസ്റ്റമറിന് ഡയറക്റ്റ് ആയിട്ട് മെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സെൻഡ് കോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ സെൻഡ് ടു എന്നുള്ള സ്ഥലത്ത് അവരുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലെ കൊട്ടേഷൻ അവർക്ക് മെയിലായി പോകുന്നുണ്ടാവും. ഇനി മെയിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മാനുവലായിട്ട് മാർക്ക് സെൻഡ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ കൊട്ടേഷൻ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. സോഹോ ബുക്സിൽ ഇനിയും ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് ടെംപ്ലേറ്റിൽ വേറെ സെഷനിൽ കാണാം. ടെംപ്ലേറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും അതേപോലെ തന്നെ വേറെ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ സോഹോ ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.